ജനുവരി 28-ന് ഔർ ലേഡി ഓഫ് പോംപെ ഇടവകയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന 2 വ്യക്തികൾ ഉൾപ്പെട്ട വിവാഹ ചടങ്ങ് നടന്നതിനെ തുടർന്ന് അച്ചടക്ക നടപടി വിലയിരുത്തുകയാണ് അർജന്റീനയിലെ കൊറിയൻസ് അതിരൂപതയിലെ സഭാധികാരികൾ. പൊതു അഭിമുഖത്തിലൂടെയാണ് സംഭവം പുറത്തുവരുന്നത്. പിന്നീട് രൂപത ഔദ്യോഗിക പ്രസ്താവനയിൽ വാർത്ത സ്ഥിരീകരിക്കുകയായിരുന്നു. അർജന്റീനയുടെ ലിംഗ വ്യക്തിത്വ നിയമപ്രകാരം നിയമപരമായി പേരുകളും അടയാളങ്ങളും മാറ്റിയ ട്രാൻസ് വിഭാഗത്തിൽപ്പെടുന്നവരാണ് ചടങ്ങിൽ ഉൾപ്പെട്ടത്. ഇടവക വിവാഹ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായി ട്രാൻസ്ജെൻഡർ കപ്പിൾസ് പറയുന്നു. എന്നാൽ ക്രൈസ്തവ വിവാഹം വെറും നിയമ നടപടിക്രമങ്ങളോ ആഘോഷങ്ങളോ അല്ലെന്നും അത് അടിസ്ഥാനപരമായി കൂദാശയാണെന്നും അതിരൂപത വൃത്തങ്ങൾ അറിയിച്ചു. വിവാഹം നടന്നുവെന്ന് അവകാശപ്പെടുന്നവർ ഇടവകയിൽ ആവശ്യമായ സഭാരേഖകൾ സമർപ്പിച്ചിട്ടില്ലെന്നും അംഗീകാരം നേടിയിട്ടില്ലെന്നും അതിരൂപത അറിയിച്ചു. ക്രിസ്തീയ വിവാഹത്തിന്റെ സാധുതയ്ക്കും അനുവാദത്തിനും അവശ്യ കാനോനിക്കൽ വ്യവസ്ഥകൾ ആവശ്യമാണെന്നും അതിരൂപത കൂട്ടിച്ചേർത്തു. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. സഭാധികാരികളുമായി കൂടിയാലോചിച്ച ശേഷം സാധ്യമായ കാനോനിക്കൽ അച്ചടക്ക നടപടികൾ വിലയിരുത്തുന്നതിനുള്ള എക്സ് ഒഫീഷ്യോ പ്രക്രിയ ആരംഭിച്ചതായും അതിരൂപത അറിയിച്ചു. സ്വകാര്യത ആശങ്കകൾ ചൂണ്ടിക്കാട്ടി രൂപത കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കൂദാശകളുടെ സമഗ്രത സംരക്ഷിക്കുന്നതിനായി നടപടിക്രമങ്ങൾ ശക്തിപ്പെടുത്തുവാൻ സഭാധികാരികൾ ശ്രമിക്കുന്നതായും കാത്തലിക് വേൾഡ് റിപ്പോർട്ട് ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഖേന ന്യൂസ്.